ഒറ്റ കാര്യം, ഒറ്റ പോയിന്റ് ഞാൻ മിണ്ടുന്നില്ല. സന്ദീപ് വാര്യർ ഈ ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന മലപ്പുറം ഹേറ്റ് വളരെ വൃത്തിയായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് മുൻപ്. അത് പിന്നെ എടുത്തു കൊണ്ടുവന്ന് നിങ്ങൾ പൊളിയല്ലേ എന്നാണ് പ്രകാശ് മാഷ് പറയുന്നത്. അല്ല, ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി ഇന്റർവ്യൂ എപ്രകാരമാണ് വിശദീകരിക്കപ്പെട്ടത്? ആ വിശദീകരിക്കപ്പെട്ടതിലെ യുക്തിയില്ലായ്മയാണല്ലോ ഇപ്പൊ വീണ്ടും അത് ഉയർന്നു വരാൻ കാരണമായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ PR ടീം ആവശ്യപ്പെട്ട പ്രകാരം മലപ്പുറവുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉയരണം. അല്ല പ്രകാശൻ മാസ്റ്റർ, ഞാൻ നിങ്ങളുടെ സമയത്ത് ഇടപെട്ടില്ലല്ലോ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചോ? അതല്ലേ ജനാധിപത്യ മര്യാദ? മലപ്പുറം സ്പെസിഫിക് ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് PR ഏജൻസി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതാരാ? ഈ രാജ്യത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പത്രം എന്ന് CPM പോലും പറയുന്ന ഹിന്ദു പത്രമാണ് പറഞ്ഞത്, അല്ലേ? ഹിന്ദു പത്രം എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ PR ടീം ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വന്തം PR ടീമിനെ വെച്ച് മലപ്പുറം വിരുദ്ധ പരാമർശം ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ട അനുസരിച്ചാണല്ലോ ആ പരാമർശം വന്നത്. ഇവിടെ ഈ കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സ്വർണവും പണവും ഒക്കെ മലപ്പുറം ജില്ലക്കാർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർ അല്ല, കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾക്ക് വേറൊന്നും വെച്ച് സമീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല. ഒരു ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും അവരെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്ന RSSന്റെ അജണ്ട ഇവിടെ പിണറായി വിജയനിലൂടെ പുറത്തു വന്നതാണ് കണ്ടത്. കുറെ കാലമായി പിണറായി വിജയൻ RSSന് വേണ്ടി കോളൂത്ത് നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. തൃശൂർ പൂരം അട്ടിമറിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ RSS നേതാവിന്റെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞയച്ചത് ഇതൊക്കെ കേരളം കണ്ടതാണല്ലോ. അപ്പൊ RSSുമായി ചേർന്നുകൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അമിത്ഷായും RSSും ചേർന്ന് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പിണറായി വിജയൻ ഒരു ആയുധമായി മാറി എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവി മറന്നുകൊണ്ട് അദ്ദേഹം മലപ്പുറം ജില്ലയുടെ ജനങ്ങൾ ദേശവിരുദ്ധരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി RSSന്റെ നറേറ്റീവ് പുഷ് ചെയ്തു. ആ പുഷ് ചെയ്തതിനെ ഹിന്ദു പത്രം അക്നോളജ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ PR ടീം ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് പിണറായി വിജയൻ അതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? എവിടെയാണ് അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്? ഹിന്ദു പത്രത്തിനെതിരെ നിങ്ങൾ കേസ് കൊടുത്തോ? ഹിന്ദു പത്രത്തിനെതിരെ ഒന്ന് കേസ് കൊടുക്ക്. നിങ്ങൾ എന്താ കേസ് കൊടുക്കാത്തത്? ഏതാണ് ആ PR ടീം? ആ PR ടീമിനെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ പേപ്പർ കാണിക്ക്. നിങ്ങൾ എന്ത് നടപടിയാണ് PR ടീമിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം, നിങ്ങൾ ഇതുവരെ ഒരു നടപടിയും PR ടീമിനെതിരെ സ്വീകരിച്ചിട്ടില്ല, ഹിന്ദു പത്രത്തിനെതിരെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ആവശ്യമായിരുന്നു അജണ്ട പുഷ് ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം ചോദിച്ചിട്ട്, വിജയരാഘവൻ ആരാ? നിങ്ങളെ പോളിറ്റി ബ്യൂറോ മെമ്പർ അല്ലേ? എന്താ പറഞ്ഞത്? വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷം വർഗീയവാദികളെ വോട്ട് കൊണ്ടുള്ളതെന്ന് പറഞ്ഞില്ലേ? ഈ നിലമ്പൂർ മണ്ഡലത്തിൽ 65,000-ലധികം ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക്. 95,000 മനുഷ്യർ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ തീവ്രവാദികളാണോ, വർഗീയവാദികളാണോ? CPM ആ നിലപാട് തിരുത്താൻ വിജയരാഘവനോട് പറഞ്ഞിട്ടുണ്ടോ? വിജയരാഘവൻ ഒരു തവണയല്ല പലതവണ മലപ്പുറം ജില്ലാ വിരുദ്ധ നിലപാടുകൾ പറഞ്ഞിട്ടില്ലേ? മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ തീവ്രവാദികളാക്കുന്ന നിലപാട് പറഞ്ഞിട്ടില്ലേ? ഇവിടെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചാണ് പരീക്ഷ ജയിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ VS അച്യുതാനന്ദൻ? അതിലും വലിയതെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് ഏറെ ആശങ്കാജനകമായിട്ടുള്ളത്. അത് RSSന്റെ അജണ്ട. ആ അജണ്ട പിണറായി വിജയനോട് നടപ്പാവുകയാണ്. ഇതിപ്പോ CPM BJP കേരളത്തിൽ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ട് കുറെ കാലമായി നടക്കുന്നതാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏരിയ ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ PR ഏജൻസി ഏതാണെന്ന കേരളത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ അദ്ദേഹം സ്ഥലത്തൊരു PR ഏജൻസിക്കാരൻ ചോദിക്കാതെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രശ്നവും ഉന്നയിക്കാൻ കോൺഗ്രസിന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഒരു കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പൊക്കെ ചർച്ച ചെയ്ത് കേരളം തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. 1957 നടന്നു പറഞ്ഞങ്ങളിപ്പോ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇന്നലെ പറഞ്ഞത് അതേ പറയാനുള്ളൂ. പിന്നിട്ട് പോയ 9 കൊല്ലക്കാലമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെയും അതിനു മുമ്പേയുള്ള 5 കൊല്ലക്കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഒന്നാമത്തെ പ്രശ്നം അല്ലെ, വെറുപ്പും വിദ്വേഷമല്ല ഈ രാജ്യത്തെ രണ്ടാമത്തെ പ്രശ്നം. അപ്പൊ ജനങ്ങളുമായി ബന്ധമില്ലാത്ത അല്ല, ഞാൻ ചോദിക്കുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തതാണോ? ജനങ്ങളുമായി ബന്ധമില്ലാത്ത പ്രശ്നമാണോ ഈ ഹേറ്റ് എന്ന് പറയുന്ന സംഗതി? മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സൗത്തിലാകെ വലിയ പണിയെടുക്കുക. അല്ല, ഞാൻ ചോദിക്കേണ്ട ആൾ കൂടിയാണ്. ഞാൻ നിങ്ങളുടെ ചർച്ച പറയാം. ഇവിടെ യു ഡി എഫ് നിങ്ങളുടെ ബന്ധുവാണോ?
അയാൾ പറയുമ്പോൾ ഒറ്റ ചോദ്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഭീഷണി. ഞാൻ പിന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ എന്താ ഇങ്ങനെ ഇത്ര ചോദ്യം വരുന്നേ? നിങ്ങൾ മാന്യത വേണമെന്ന്. നിങ്ങൾ മീഡിയ വൺ ആരുടേതാണ് എന്നെല്ലാം എനിക്കും അറിയാം. പക്ഷേ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യത കാണിക്കണം. ഇവിടെ 5 മിനിറ്റ് നേരെ സംസാരിച്ചു UDF ആള്, ഒരു ചോദ്യമില്ല. ഞാൻ 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ ചോദ്യം. നിങ്ങൾ ആരാ? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നതാണോ? നിങ്ങൾ UDF വേണ്ടി വാദിക്കുന്നതാണെങ്കിൽ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ UDF വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അതിന് പകരം ഞാൻ ഓരോ സംസാരിക്കുമ്പോൾ ഓരോ വാചകത്തിനും ചോദ്യം. UDF കാരൻ പറയുമ്പോൾ ചോദ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം ഒറ്റയേ ഉള്ളൂ. നിങ്ങളും അതുപോലെ UDF ഒക്കെ ഒറ്റ വണ്ടിക്ക് കെട്ടേണ്ട ആളുകളാണ് എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് SDP കാരന് വോട്ട് കിട്ടിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരന് വോട്ട് കിട്ടിയില്ലേ? അവർ കിട്ടിയ വോട്ടെല്ലാം തീവ്രവാദികൾ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തീവ്രവാദികളുടെ കൂടി വോട്ട് കൂടി നേടിയിട്ടാണ് അവർ ജയിച്ചെന്നുള്ള ആർക്കറിയാത്തത്? കോൺഗ്രസ് അറിയില്ലേ? മലപ്പുറം ജില്ലാ സെക്രട്ടറി നിങ്ങളല്ല UDF കാരെ പറയട്ടെന്ന്. നിങ്ങളാരാ ഈ കാര്യങ്ങൾ ചോദിക്കാൻ? നിങ്ങൾ രാഷ്ട്രീയം എനിക്കറിയാം. തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് നിങ്ങൾ എന്നുള്ളത് എനിക്ക് എത്രയോ കൃത്യമായിട്ട് അറിയാം. പക്ഷേ നിങ്ങളല്ല ചർച്ചക്കാരൻ. UDF കാരനുണ്ട്, അവൻ ചോദിക്കട്ടെ. നിങ്ങൾ എനിക്ക് പിന്നെ അവന് വേണ്ടി ചോദിക്കുന്നേ? ഞാനത് പറഞ്ഞ് തോന്നിയ അവസ്ഥയുടെ അതിര് വേണം. നിങ്ങൾ മീഡിയ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നതല്ല. ഞാൻ വേണമെതിന് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ മൂർത്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ UDF കഴിയുന്നുണ്ടോ? ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്നിട്ട് 1.5 കൊല്ലം മുമ്പേ കേരളം തള്ളിക്കളഞ്ഞ കാര്യം വളരെ വ്യക്തമായ നിലയ്ക്ക് കേരളത്തിൽ തെളിയിക്കപ്പെട്ട കാര്യം അതല്ലേ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? വിഷയദാരിദ്ര്യമാണ്. ഇവിടെ KC വേണുഗോപാൽ വന്നു, ഒരൊറ്റ പുതിയ കാര്യം ഉന്നയിച്ചു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വന്നു, പത്രസമ്മേളനം നടത്തി, ഒരൊറ്റ പുതിയ കാര്യം ഉന്നയിച്ചു. അദ്ദേഹം ഉന്നയിക്കാനില്ല. ജനങ്ങൾക്കറിയാം എന്തിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നുവെന്ന്. അവർക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. പിന്നെ നിങ്ങളിപ്പോ മുന്നണിക്കകത്ത് UDF-നകത്തുള്ള വലിയ ഐക്യത്തെക്കുറിച്ച് പറയല്ലേ? ഞാൻ ചോദിക്കട്ടെ, തങ്ങൾ ഫാമിലി ഇപ്പോഴും എന്തേ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാതിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി അത് ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ പിന്നെ നിലമ്പൂർ മറന്നുപോയിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയം പറയണം. അല്ലാതെ ഇത് UDF-ഉം LDF-ഉം തമ്മിലാ സമരം. നിങ്ങൾ പറയണം UDF ഇന്നതിന് വേണ്ടി നിൽക്കുന്നു, LDF ഇന്നതിന് വേണ്ടി നിൽക്കുന്നു. അല്ലാതെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല വേണ്ടത്. ഏതോ പഴയ കാര്യങ്ങൾ, നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങൾ അതെല്ലാം കൊണ്ടുവരരുത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ നിലനിൽക്കുന്ന ഈ ഇവിടുത്തെ നിലമ്പൂരിന്റെ വികസനം ചർച്ച ചെയ്യുമോ നിങ്ങൾ? ഈ മേഖലക്കകത്ത് എത്രയാ? 2000 കോടിയിലേറെ രൂപയുടെ വികസനം 9 കൊല്ലക്കാലം മണ്ഡലത്തിൽ. അതിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞങ്ങൾ ധൈര്യപൂർവ്വം വരും. നിങ്ങൾ ഇവിടെ പെൻഷൻ നിഷേധിച്ച ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കുന്ന ഗവൺമെന്റ്, ഞങ്ങൾ അതിന് വേണ്ടി വോട്ട് ചോദിക്കും. 5,30,000 പേർക്ക് വീട് കൊടുത്ത ഗവൺമെന്റ് LDF-ന്റെ ഗവൺമെന്റ്, 63,000 പേർക്ക് മാത്രം വീട് കൊടുത്ത ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? പറയണ്ടേ? നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൊളിച്ചതാണ് ഉമ്മൻചാണ്ടി. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചിട്ട് നടക്കുകയാണ്. NH-ന്റെ പണി നിർത്തിവെച്ചത് നിങ്ങളുടെ ഗവൺമെന്റ്. ഞങ്ങളുടെ ഗവൺമെന്റ് ഒന്ന് പൂർത്തീകരിക്കുകയാണ്. ബിക്കോസ് മലയോര ഹൈവേ പണി നടക്കുകയാണ്, തീരദേശ ഹൈവേ പണി നടക്കുകയാണ്, അതുപോലെ തന്നെ ജലപാത പണി നടക്കുകയാണ്, പൂർത്തീകരിക്കാൻ പോവാണ്. അതൊന്നും പറയിക്കാതിരിക്കാൻ മലപ്പുറത്ത് എതിരാണ് മാർക്സിസ്റ്റുകാർ. ഈ ജില്ല ഉണ്ടാക്കിയ ഞങ്ങളാണെന്ന് അതിൽ മലപ്പുറം ജില്ലക്കാർക്ക് നന്നായിട്ട് അറിയാം. ഈ ജില്ലക്ക് രൂപം കൊടുത്തത് EMS-ന്റെ ഗവൺമെന്റ് ആണ്. എതിര് മലപ്പുറം ജില്ലക്ക് ഞങ്ങൾ എതിര്. പിന്നെ ഇവിടുത്തെ വിമാനത്താവളത്തിൽ കൂടുതൽ മലപ്പുറം ജില്ല സർക്കാരാണ്.